ഞാൻ ഇവിടാ നമ്മുടെ മനുഷ്യൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ വന്നേടേ, പിന്നെ തൊണ്ട ഇറങ്ങണ്ടേ? ചോദിക്കുമ്പോൾ തന്നെ മറുപടി ഞാൻ നിന്റെ ഞാൻ വിളിക്കാവേ. പോവോ ആരിത്? ഇവരാണ് ഇങ്ങോട്ടൊക്കെ. ഞാൻ കേശുവിനെ കാണാൻ ഇറങ്ങിയത്. എന്നാ കാണാൻ? അതല്ല, കേശുവിനെ കണ്ടപ്പോ കാണാൻ ഇറങ്ങിയതാന്ന്. കണ്ടപ്പോ കാണാൻ ഇറങ്ങിയതാ? ഓ നല്ലായിരുന്നു നല്ലായിരുന്നു. പിന്നെ തന്റെ അന്നത്തെ ആ പ്രാങ്ക് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അളിയനും ചേച്ചിക്കും ഒക്കെ. ഞെട്ടിത്തെരിച്ചോ ഇല്ല അവര്? പ്രാങ്കോ? പ്രാങ്കല്ലേ? പ്രാങ്കായിരുന്നു. നല്ലതായിരുന്നില്ലേ? ഓ നല്ല പ്രാങ്കായിരുന്നു. അതില്ലേ കേശു? വേണോ ചേട്ടാ? പറയുന്നതിന് മുമ്പ് അടിച്ചാ? നമ്മള് വന്ന് നിന്ന് കഴിഞ്ഞാ 1/2 മണിക്കൂർ കഴിയുമ്പോ തരും. എന്തൊരു പഞ്ച്വാലിറ്റി. കുടി. അതില്ലേ കേശു, പിന്നെ എന്റെ കൂടെ നടക്കാൻ വരുന്ന? അല്ല, ഞാൻ നടക്കുമ്പോ എന്റെ കൂടെ നടക്കാൻ. ഇങ്ങോട്ട് നടക്കാം. കുടി. ഞാൻ പോയിട്ട് ഫണ്ട് കൊടുത്തിട്ട് വരാം. ഞാൻ കൊടുക്കാം. അല്ല, കേശുവിന് ജോലി ഇല്ലാത്തല്ലേ? അപ്പോ ഞാൻ വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ? വേണ്ട, തൽക്കാലം ഇപ്പൊ ആ സപ്പോർട്ട് ഇവിടെ എടുക്കുന്നില്ല. കൊടുക്കാനുള്ള ഫണ്ടൊക്കെ നമ്മുടെ ഉണ്ട്. അളയാ വേണ്ട, ഞാൻ ചെയ്തിട്ട് വരാം. ക്ലാസ് മതിയാ? പിന്നെ ഇതുവരെ എണീറ്റില്ലേ? ഇവിടെ ഇത്രയും പേര് റെഡിയായി, കിടന്ന് ഉറങ്ങണ നോക്ക്. രാത്രി എന്തൊക്കെ ഡയലോഗായിരുന്നു. അമ്പലത്തിൽ പോണ്ടേ? നീയല്ലേ പറഞ്ഞ ഇന്നലെ അമ്പലത്തിൽ പോണെന്ന്? ബാക്കിയെല്ലാം റെഡിയായിന്ന്. നിങ്ങള് പോവാ, അപ്പൊ നീ വരുന്നില്ലേ? ഇല്ല. എടാ എണീക്കടാ. ചെത്തൂര് എണീക്കുന്നില്ല. മര്യാദക്ക് എണീറ്റ് വാട്ടാ, ആളിയെ മറ്റേ റെഡിയായി. ബാ. അമ്പലത്തിൽ പോണ്ടേ? ഞാൻ വരുന്നില്ല, എന്റെ കൂടെ കരുതിയെന്ന് പറഞ്ഞു. അതൊന്നും വരുന്നില്ല. ഒരു കാര്യം എന്റെ തലക്കകത്ത് കയറിയിരുന്നു. വിളി ഓടി ഇറങ്ങി. അമ്പലത്തിൽ നാടകൂടെ എണീക്കടാ. റെഡിയോ കേട്ടോ? നീല രാവിലെ വിളിക്കാൻ പറഞ്ഞത്? അമ്പലത്തിൽ പോയി എനിക്ക്. ആടി ഞാൻ വിളിക്കാൻ പറഞ്ഞു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ വിളിച്ചത്. ബാ എണീക്ക്, ബാ പോവാ. മനുഷ്യനെ വിളിക്കണ രീതിയാണ് ഇങ്ങനെ. ആല വാരി ഞാൻ കാലൊന്നും അറിയില്ലല്ല. നീ വാറണ്ട, ഇറങ്ങിപ്പോടി. എടാ രാവിലെ കുളിച്ചൊരു മുടി വരണമെങ്കിൽ ഒന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. கேசோ கோவில்ல போக வேண்டாமா?
நீ தானே என்கிட்ட சொன்ன கூப்பிடணும்னு. என்னடா இப்படி உக்காந்துட்டு இருக்க? കോവിലിൽ പോവാ. அப்படின்னா எழுந்துரு. എഴുന്നേക്കാം. കേശുവേ ഞാൻ താണ്ട് എണീറ്റ്. ഞാൻ താ പോയി കുളിച്ച് റെഡി ആയിട്ട് ഞാൻ പോവാൻ പോണു കോവിലില്. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു, എന്തരുത് എന്തൊരു ഉത്തരവാദിത്വം. ഇത്രയും കൃത്യനിഷ്ഠത പാടില്ല കേട്ടോ. ഒരു തവണ വിളിക്കാൻ പറഞ്ഞത് എത്ര തവണ വിളിക്കണേ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്, പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ ഒരു മനുഷ്യനെ വിളിക്കൂല. ഇപ്പൊ എല്ലാം ഉണ്ടോ അലാറം വെച്ചൊന്ന് വിളിക്കണ്. അവനല്ലേ വിളിക്കണോന്ന് പറഞ്ഞത്? ஆமா ஆமா. എന്നിട്ട് പിന്നെന്താ അവൻ ഇങ്ങനൊക്കെ പറയുന്നേ? எனக்கு தெரியல. നീ അമ്പലത്തിൽ പോകുന്നുണ്ടോ? இல்லம்மா நான் போகல இன்னைக்கு. நீங்க போறீங்களா? ഞാൻ ഇന്നലെ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. പിള്ളേരെല്ലാം കൂടെ പോയിട്ട് വരട്ടെന്നേ, അവർക്കൊരു സന്തോഷമല്ലേ. എല്ലാവരും കൂടെ പോയി അമ്പലത്തിൽ പോയി തൊഴുത് വരട്ടെ. ഇത്ര സമയമായിട്ട് കാണുന്നില്ലല്ലോ. നീ വരില്ലേ? ശ്ശേ. ആ വന്നു 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 വന്ന്. അയ്യോ എന്ത് ചെയ്യും? ഓടണോ? എന്തിയല്ല അയ്യോ കേശു, ഹായ്. ശിവ, ഇതാണ് മീനു. നീ ആദ്യമായിട്ടല്ലേ കാണണേ? അതെ അതെ, ഒത്തിരി കേട്ടിരിക്കണു. പക്ഷെ സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടല്ലേ? കാണാൻ ഐശ്വര്യൊക്കെ ഉണ്ട്. നിങ്ങളെ പോലെ തന്നെ കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടെന്ന്. എന്ത് ഒരു വല്ലാത്ത ചിരി. അത് ഞങ്ങൾക്ക് ചിരിച്ചൂടെ? ചിരിക്കാം, പക്ഷെ ഇങ്ങനെ ആക്കി ചിരിക്കണ ഒരു ഫീല്. കേശു, മീനു വെയിറ്റ് ചെയ്യുന്നു, വരൂ. എടി സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മള് പറഞ്ഞു, നീ പറഞ്ഞെന്ന് പറഞ്ഞത് നിങ്ങളെ പറഞ്ഞില്ല. ഇല്ല. ശരി ശരി, പാ പാ. മീനു വെയിറ്റ് ചെയ്യുന്നു, വരൂ. വാ വാ. കേശു അമ്പലത്തിലേക്കൊക്കെ വരാറുണ്ടോ? ഇവൻ എല്ലാ ദിവസവും അമ്പലത്തിലോട്ടൊന്നും വരാറില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഞങ്ങളെ നിർബന്ധിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതാ. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. ഏതെല്ലാ കാര്യം? കേശുവിനെ അവിടെ കാണുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല മീനിനൂടെ കാണുന്നു. പക്ഷെ നമ്മക്കിപ്പോ എന്താന്ന് അറിഞ്ഞോളാ, ഭയങ്കര പ്രതീക്ഷ തന്നെ ചേച്ചി. അതെ, തേനു അതിരുന്നാ മതി. കേശു, കേശു എന്ത് പ്രാർത്ഥിക്കാനാ വന്നേ? അത് ഞാൻ അത് പറഞ്ഞാ പോരെ? ചേച്ചി എന്ത് പ്രാർത്ഥിക്കാനാ വന്നേ? അയ്യോ, അത് മക്കൾക്ക് ചേച്ചിയുടെ മോൻ കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്ത്? അല്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന്. ആ, കൊറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ചേച്ചി ചേച്ചി എന്നാ അമ്പലത്തിൽ വരുമോ? അല്ല, ഇന്നിപ്പോ കേശു ഉള്ളോണ്ട്. അല്ല, ഇന്ന് രാവിലെ അമ്പലത്തിൽ വരാൻ തോന്നി, അതുകൊണ്ട് അമ്പലത്തിലേക്ക് വന്നു. വെരി നാച്ചുറൽ. പിന്നെ ഇവിടെ സംസാരിച്ചോണ്ട് കേടാ, നമുക്ക് തൊഴാം, അല്ലെങ്കിൽ നട അടയ്ക്കും. അല്ല, ഞാൻ തൊഴുതതാ. അത് കുഴപ്പമില്ല, ഒന്നുകൂടെ തൊഴാം. ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഉള്ളതല്ലേ. നിങ്ങളെല്ലാരും നിർബന്ധിക്കുവാണെങ്കിൽ കേശു ഒന്ന് നിർബന്ധിക്കടാ. നിർബന്ധിക്കടാ. തൊഴുതിട്ട് പോവാ. നടക്ക്. നാരങ്ങ വെള്ളം കുടിക്കാൻ പോയ അവിടെ, പെട്രോൾ അടിക്കാൻ പോയ അവിടെ, അമ്പലത്തിൽ പോയ അവിടെ, അപ്പുറത്ത് പോയ അവിടെ, ഒന്ന് അവിടെ എവിടെ എവിടെ ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ? എന്താടാ ഇത് ശരിയാവില്ലടയാ, ഇത് ശരിയാവൂല. എന്ത് ശരിയാവത്തില്ലെന്ന്?
അത് ശരിയാവില്ലെന്ന്. എടാ എന്ത് ശരിയാവത്തില്ല? എന്റെ പൊന്നളിയാ, ഞാൻ എവിടെ പോയാലും അവിടെ. ആര്? അത് എവിടെ? എന്ത്? ഇവിടെ ഉള്ളവരൊക്കെ എവിടെ? എവിടെയൊക്കെ കാണും. ആ വാ 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 വാ. എന്താ ഏതാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഈ വീട്ടിൽ നിന്ന് ആരോ ഒറ്റണുണ്ട്. ആരായാലും ഞാൻ തൂക്കും. എന്താണ് കാര്യം പറ? എന്റെ പൊന്നമ്മായി, ഞാൻ എവിടെ പോയാലും അവിടെ ഇരിക്കണ്. ചേട്ടാ ചേട്ടൻ എന്തോന്നൊക്കെ ഈ പറയുന്നേ? എന്റെ പൊന്നുമക്കളെ അളിയ കേക്കണം. ഇന്നലെ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ പോയി, കടയിൽ അവള് നിൽക്കണ്. ഇന്ന് രാവിലെ നമ്മളെല്ലാം അവിടെ അമ്പലത്തിൽ പോയി, അവിടെ അവള് നിൽക്കണ്. കുറച്ചു മുമ്പ് ഞാനൊന്ന് പെട്രോൾ അടിക്കാൻ പോയി, അവിടെ അവള് നിൽക്കണ്. ഞാൻ ഇപ്പൊ മറ്റവന്റെ വീട്ടിൽ പോയി, അവിടെ അവള് നിൽക്കണ്. എല്ലാ സ്ഥലത്തും അവള് നിൽക്കണളിയാ. എവിടെ നിൽക്കുന്നു? നീ പേര് പറ കേശു, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ആ പ്രാങ്ക്. പ്രാങ്കാ? അതിപ്പോ കൊറേ പേര് പ്രാങ്ക് ചെയ്യുന്നില്ലേ? പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? കേശുവേ, എന്താടാ കാര്യം? തെളിച്ചു പറ. എന്ത് മെർലിൻ US തിരിച്ചു വന്നാ നിന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട്? അതാണാ? അതല്ലേ? അലീന ഫ്രാൻസിസ് ആണോ? അപ്പൊ പിന്നെ മറ്റേ ആയുർവേദം കൊച്ചായി. എറിയും കേട്ടോ എടുത്ത്. എടാ, നീ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ആ മീനൂട്ടി. മീൻ ഊട്ടി? മീൻ ഊട്ടി? ചെല്ലപ്പേരൊക്കെ ആയല്ലോ എപ്പോഴേക്കും. എല്ലാരും വിളിക്കുന്നത് മീനുക്കുട്ടി. അപ്പൊ മീനുക്കുട്ടിയുടെ മീനൂട്ടി. മീനുക്കുട്ടി. എന്നിട്ട് മീനുക്കുട്ടിക്ക് എന്താ പറ്റിയേ? മീനുക്കുട്ടിക്ക് എന്തിനു പറ്റേ? അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ലവളില്ലേ, അല്ല അവളാണ് മീനുക്കുട്ടി. അതായത് ഇന്നലെ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി, അവിടെ മീനുക്കുട്ടി നിൽക്കണ്, മീന് നിൽക്കണ്. ഇന്ന് രാവിലെ നമ്മൾ പോയപ്പോ മീനിനെ കണ്ടില്ലേ? രണ്ടാമത്തെ തവണ നീ പറയണത്. ഞാൻ ഈ വീടിന് പുറത്തിറങ്ങുമ്പോ മൊത്തം മീനിനെ കാണുന്നു. ഇപ്പൊ അതാണ് വിഷയം. അതായത് wherever you go അവിടെ എല്ലാം മീനുട്ടി ഉണ്ടല്ലേ? അത് തന്നെ, അതാണ് സീൻ. പൊന്നു സിദ്ധു, നമ്മളാണ് പൊട്ടന്മാര്. സത്യം പറയണ്ടല്ലോ, ഇവൻ പോകുന്ന സ്ഥലത്തൊക്കെ ആ കൊച്ചിനെ വിളിച്ചു വരുത്തും, എന്നിട്ട് നമ്മളെ പൊട്ടം കളിപ്പിക്കണതാ. ഞാൻ ഇന്നവരെ ആ കൊച്ചിനെ വിളിച്ചു വരുത്തിട്ടില്ല. കേട്ടോ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എവിടെ പോണെന്ന് അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ കറക്റ്റ് ചെല്ലുമ്പോ അവിടെ കാണും ആ കൊച്ചി. അവിടെ കാണും. അവളെ അറിയൂ, അവിടെ കാണും ആ കൊച്ചി. കേശുവേ, ഇതിനെയാണ് മനപ്പുറത്തെന്ന് പറയണത്. 10 ഞാൻ വെല്ലം വിളിച്ച് പറയാൻ കേട്ടാടി. ഞാൻ ഇപ്പൊ ജോഷിയുടെ വീട്ടിൽ പോയാ നിന്റെ അടുത്ത് പറഞ്ഞ പോണ കാര്യം? നിന്റെ അടുത്ത് പറഞ്ഞ? ഇവിടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഉള്ളവരുടെ അടുത്തേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു ഒറ്റ മനുഷ്യന്റെ അടുത്ത്. എന്തിന്? ആ ജോഷിയോടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ വരുന്നെന്ന്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോ അവൾ അവിടെ ഇരിക്കണ്. എന്നിട്ട് എന്നോട് ചോദിക്കുവോ എന്ത് ലേറ്റ് ആയെന്ന്. കോയിൻസിഡൻസ്. സത്യം പറ, എന്നെ ഈ വീട്ടിൽ നിന്ന് ആരോ ഒറ്റുന്നുണ്ട്. പറയടി, നീയാണത്? എനിക്ക് ഒറ്ററിയാം. ആ ശരി, നീയാണോ? നിനക്ക് എന്ത് ചെക്കാ വയ്യേ? അമ്മായി ഒന്ന് പോടാ. പിന്നെ നിനക്ക് പ്രേമം സെറ്റ് ചെയ്ത് തരുന്ന ആളെ എന്റെ പണി. പിന്നെ നിങ്ങളൊക്കെ എല്ലാം പറ. എന്തിനാ ഇങ്ങനെ കിടന്ന് കാർന്നേ? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അമ്മൂമ്മ, ആ സത്യം പറ, അമ്മൂമ്മയാണോ? ആ അമ്മൂമ്മയാണ്. അമ്മൂമ്മയാണോ? അതെ, ഞാൻ അമ്മൂമ്മയാണ്. അമ്മൂമ്മയാണോന്നല്ല, അമ്മൂമ്മയാണോ? അതെ, അമ്മൂമ്മയാണെന്നല്ലേ ഞാൻ പറഞ്ഞേ. അല്ല 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 അമ്മൂമ്മയല്ല. അല്ലേ? തേങ്ങ കോശ. ഇത് ഈ അമ്മൂമ്മ, ഞാൻ ഉദ്ദേശിച്ച അമ്മൂമ്മ അതല്ല. ഒന്നുമില്ല, അയച്ചു കളഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല. കനകാന്റിയാണോ? நான் இல்லப்பா, நான் அப்படியெல்லாம் செய்ய மாட்டேன். ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. கேட்டாலும் கேட்கலைனாலும் நான் இல்ல. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നുള്ള പരിപാടിയാണല്ലേ? ശരി 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 ശരി. നോക്കിയോ, ഞാൻ തൂക്കും തൂക്കും തൂക്കും. ഞാൻ തൂക്കും തൂക്കും. தூக்கும் சுவந்த கரங்களோட தூக்கும் சுவந்த கரங்களோட தூக்கும் சுவந்த கரங்களோட தூக்கும் தூக்கும். പട്ടുപിടിച്ചിരിക്കുന്നവരെ ഭ്രാന്താക്കാൻ നോക്കണം എല്ലാം കൂടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അതെ, ആ കൊച്ചു നാലും കൽപ്പിച്ചാണ്. പിടിവിടുമെന്ന് തോന്നുന്നില്ല. ഏത് കൊച്ച്? ആ, അത് ഒരു കൊച്ചേ കേശുവിന്റെ കയ്യിൽ നിന്ന് നാടകം എഴുതി മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. കേശുവിന്റെ കയ്യിൽ നിന്ന് നാടകം എഴുതി മേടിക്കാനോ? ആ കൊച്ചിനെന്തോ ബുദ്ധിയില്ലേ? അതാണ് നമ്മളും ചോദിക്കണം, ആ കൊച്ചിനെന്ത് ബുദ്ധി ഇല്ലേ? അല്ല, ശരിക്കും എന്താ പ്രശ്നം? എന്താ? ആ
അതൊന്നുമില്ല, അമ്മായി എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ? പറ്റും പറ്റും. ഇല്ല അമ്മയ്ക്ക് പറ്റും അത്. ആറു, എന്താ ശരിക്കും പ്രശ്നം എന്താ? അമ്മുമ്മ, ഞാൻ വലിയവരുടെ കാര്യത്തിൽ ഇപ്പൊ ഇടപെടാറില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. കേശവനോട് തന്നെ ചോദിക്കും. അതിന് കട്ടൻ ചായ ഞാൻ ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ അമ്മൂമ്മേ? അല്ലെങ്കിലും പത്രം വായിക്കുമ്പോ ഒരു കാട്ടൻ, അതാണ് അന്തസ്. ആണോ? പിന്നെ എന്താ ഇപ്പൊ കട്ടൻ ചായ കൊണ്ടുതരാൻ കാര്യം? എനിക്ക് അമ്മൂമ്മടുത്ത് സ്നേഹം ഉള്ളോണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ചെന്നൈയിൽ നിന്ന് എനിക്ക് മാത്രമേ അമ്മൂമ്മടുത്ത് സ്നേഹം ഉള്ളൂ. അതൊന്നും അല്ല, ബാക്കി എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും ഞാനല്ലേ ചായ ഇട്ട് തന്നെ, എനിക്കാണല്ലോ സ്നേഹം കൂടുതല്. ചായ കുടി, ചായ കുടി. കളാവാ നല്ല ചായ. അല്ലല്ലോ എല്ലാവരും പറയുന്നേ എനിക്ക് അമ്മൂമ്മയുടെ അതേ കൈപ്പുണ്യ കിട്ടിയിരിക്കണേന്ന്. നോക്കിട്ട് വൈകിട്ടെന്തോ പരിപാടി? വൈകിട്ടെന്തോ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോ കൊറേ കാലം കൂടിയല്ലേ ചെന്നൈന്ന് വരുന്നേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒന്ന് അമ്മൂമ്മയും കൂട്ടി പുറത്തു പോയാലോന്ന്. അത് പറ, അതാ കട്ടൻ ചായയുടെ രഹസ്യം ഇല്ലയോ? നോക്കട്ടെ, വൈകിട്ട് നമുക്ക് നോക്കാം. അന്നെ ഓക്കെ. ധാരാണ് അമ്മൂമ്മേ. മീൻ ഊട്ടിയോ? ഒരാൾ അമേരിക്കക്ക് പോയപ്പം അടുത്ത ആള് കൃത്യമായിട്ടെത്തി. സാരില്ല അമ്മൂമ്മേ, കേശുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. പോട്ട്. അതിന് അവനെന്തോ പ്രശ്നം ആശ്വസിപ്പിക്കാൻ? എന്റെ അമ്മൂമ്മ കേശു ബ്രേക്കപ്പ് ആയില്ലേ. ഇന്നത്തെ കാലത്ത് ഒരു വലിയ അസുഖമാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോ ഡിപ്രഷനിലേക്ക് പോയി കളയും. അവൻ എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകത്തില്ല. എന്റെ മുത്തേ, സൂപ്പർ ആടി സൂപ്പർ. ഹായ് അമ്മൂമ്മ. ഹായ്. ഇതെന്തത്? പത്രമുണ്ട്, കണ്ണടയുണ്ട്, ചായ ഉണ്ട്. പത്രം വായിക്കുമായിരുന്നോ? പത്രം വായിക്കുന്നവരിപ്പൊ കാണാനേ വലിയ പാടാ. അയ്യോ, കാഴ്ച കുറവാണോ? ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അയ്യോ, എനിക്ക് കാഴ്ച കുറവൊന്നുമില്ല. ഈ പത്രം വായിക്കുന്ന കാഴ്ച കാണല് കുറവാന്നാ പറഞ്ഞേ. കാഴ്ച കാണല് കുറവാന്ന്. എനിക്ക് പത്രം വായിക്കുന്നത് കാണുന്ന ഇത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഈ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ അമ്മ പത്രം വായിക്കും, അത് കണ്ടോളൂ. അല്ല സ്ഥിരം കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് രാവിലെ ഈ സമയത്ത് അമ്മ സ്ഥിരം പത്രം വായിക്കാറുണ്ട്. ഒന്ന് കണ്ടോളൂ. ഇനി എങ്ങാനും വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു തരാം. ആ കുട്ടി കണ്ടോട്ടെ അമ്മ അല്ലേ? ഈ ശിവാന്റെ ഒരു തമാശ പോടുന്നു. ഹലോ ഹലോ, പാറുകുട്ടി വന്നേ. ചോക്ലേറ്റ്. അപ്പൊ എനിക്കില്ലേ? അയ്യോ, പാറുകുട്ടിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെയും വരുമല്ലേ? കേശുവിനെ കാണാൻ വന്നതായിരിക്കും. അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ എല്ലാരെയും കൂടെ കാണാൻ വേണ്ടി വന്നതാ. ഈ വഴി വന്നപ്പോ എല്ലാവരെയും കൂടി കാണാൻ വേണ്ടി വന്നതാ. നല്ല കേട്ട് പരിചയമുള്ള ഡയലോഗ് അല്ലേ അമ്മൂമ്മ? മെർലിൻ സ്ഥിരം പറഞ്ഞിരുന്ന ഡയലോഗ്. ഈ വഴി വരുമ്പോഴേ കേറണോന്ന് തോന്നുന്ന 5-6 പേരുണ്ടായിരുന്നു. അവർ ഈ വഴി വരുമ്പോ ഈ വീട്ടിൽ കയറും. എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമൊക്കെ തരും. എന്നിട്ട് അങ്ങ് പോവും. അമ്മൂമ്മ എന്നെ കൂട്ടത്തിൽ പെടുത്തല്ലേ. അമ്മൂമ്മ ചുമ്മാ തമാശക്ക് പറഞ്ഞാന്ന്. തമാശ പറഞ്ഞായിരുന്ന? ദൈവമേ, ഇവിടെ വന്നോ? മീനു, എന്താ ഇവിടെ? ഞാൻ കേശുവിനെ കാണാൻ. അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ എല്ലാരും കൂടെ കാണാൻ. എല്ലാവരും കൂടെ കാണാൻ ഇപ്പഴല്ലേ കറക്റ്റ് ആയത്. എല്ലാരും നേരെ നിന്നേ, കുളിർക്കെ കണ്ടോളൂ കേട്ടോ. ഇനി 2 ആൾ അകത്തും കൂടി ഉണ്ട്, അവരെ വിളിക്കണോ പുറത്തോട്ട്? വേണ്ട. ശിവ, വേണ്ടല്ലേ? ഓക്കെ. എന്തായാലും മീനു വന്നതല്ലേ, എല്ലാരെയും കണ്ട് സംസാരിച്ചിരിക്കും. ഞാൻ എന്താ പറഞ്ഞു? നീ എവിടെ പോണം? ഞാൻ ഒരു സ്ഥലം വരെ പോണ്. കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് എനിക്ക്.
കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇന്ന് പോവാനുണ്ട്. അപ്പൊ ഞാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? എന്തോ അല്ല ഒന്നുമില്ല. കേട്ടില്ല, എന്തു പറഞ്ഞു? ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. കൊച്ചു ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, കുഴപ്പമൊന്നുമില്ല, വന്നിട്ട് പോക്കോ. എന്തായാലും മീൻ ഇന്ന് പോ, എന്നിട്ട് പിന്നെ ഒരു ദിവസം വാ, അപ്പൊ സംസാരിക്കാം. പിന്നെന്ന് പറയുമ്പോ എപ്പോ വരും? ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം. നാളെ എന്തിനാ വരുന്നേ? അല്ല ഇന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോ നാളെ സംസാരിക്കാലോ. അതെ, നാളെ സംസാരിക്കാലോ. നാളെ സംസാരിക്കാൻ വാ. ഇന്നെന്തായാലും പോ, ഞാനും പോവാ. വേറൊരു സ്ഥലം വരെ എനിക്ക് പോണം. പിന്നെ എന്തോന്ന് ചേച്ചി? എനിക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോ ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം. ആയിക്കോട്ടെ. അതെ, ഞാൻ ഒരു സ്ഥലം വരെ പോവാ. എങ്ങോട്ട്? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട്. കിഴങ്ങ അതാ ചോദിച്ചാ എവിടെയെന്ന്. ജോഷിയുടെ വീട്ടിലോട്ട് പോവാ. നീ കുറച്ചു മുന്നേ അവന്റെ വീട്ടിൽ പോയിട്ടില്ല തിരിച്ചു വന്നേ, വീണ്ടും അങ്ങോട്ട് പോകുന്നേ? അത് ഈ ബാഗ് എന്തിനാ? ജോഷിയുടെ വീട്ടിലല്ല പോകുന്നത്, ജോഷിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സന്ദീപിന്റെ വീട്ടിലോട്ടാണ് പോണത്. ബാഗ് എനിക്ക് കമ്പൈൻ സ്റ്റഡിക്ക്. സന്ദീപിന്റെ വീട് മനസ്സിലായില്ലേ? ജോഷിയുടെ അപ്പുറത്തല്ലേ? ആ, ജോഷിയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മഞ്ഞ പെയിന്റ് അടിച്ച വീട്, മഞ്ഞ കളറുടെ വീട്. ഫ്രണ്ടിൽ ഒരു മഞ്ഞ കാറുണ്ട്, മഞ്ഞ കാറ്. ഫ്രണ്ടിൽ പിന്നെ ഒരു മഞ്ഞ കണിക്കൊന്നയുണ്ട്. കണിക്കൊന്ന നടന്നിങ്ങനെ ആടും. ഓക്കെ, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ജോഷിയുടെ വീടിന്റെ എവിടെ? അപ്പുറത്ത് സന്ദീപിന്റെ വീട്. സന്ദീപിന്റെ വീട്, മഞ്ഞ പെയിന്റ് അടിച്ച വീട്, മഞ്ഞ കാറ്, മഞ്ഞ കണിക്കൊന്ന. കറക്റ്റല്ലേ? കേട്ടല്ലോ? ഞാൻ പോയിട്ട് രാത്രിയാവും വരാൻ. കേട്ടോ? എടേ, നമുക്ക് ചെവിക്ക് പ്രശ്നമൊന്നും ഇല്ല, 10 തവണ പറയണ്ട. എന്നാലും ഒന്നുകൂടെ പറയാം. ചേച്ചി കേട്ടല്ലോ? ശിവ, സന്ദീപിന്റെ വീടിന്റെ ഇപ്പുറത്ത് കണിക്കൊന്ന പൂത്ത് നിക്കണം. എന്റെ പൊന്നോ, അമ്മ മഞ്ഞ കളറുള്ള വീട്. ഓരോ മക്കളെ മറക്കണ്ട, മഞ്ഞ കാറ്. ഒന്ന് പോയേട്ടാ. ചേട്ടൻ പോവാടി, ചേട്ടൻ പോവാ. പണിക്കൂട്ടം അതിശയം വർണ്ണത്തെ പൂച്ചയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുളസെല്ലാം കാറ്റ് മെല്ലിസയാத அதிசயம் குருநாதர் இல்லாத குயில் பாட்டு அதிசயம். ആന്റിയുടെ ഫോൺ ഒന്ന് തരാവോ? எதுக்கு பாரு? ഗെയിം കളിക്കാൻ. கொஞ்ச நேரம் தான் விளையாடணும். ഓക്കെ, പെട്ടെന്ന് തരാം. அப்படின்னு எடுத்துக்கோ. சீக்கிரம் வரணும். ഹലോ മീനു ചേച്ചി, ഞാനാ പാറു. ഓറോർ. ഇത് മീനുവാ. പറ കുട്ടി. ഓവർ. ചേച്ചി, ഇപ്പൊ കേശേട്ടൻ പുറത്തോട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയേ? അത് സന്ദീപേട്ടന്റെ വീട്ടിലോട്ട്. സന്ദീപോ? ആരത്? അത് ജോഷുവ ചേട്ടനല്ലേ, ചേട്ടന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്. ആ, ജോഷുവ. അല്ല, വീട് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാവോ? അത് സിമ്പിൾ അല്ലേ. മഞ്ഞ പെയിന്റ് അടിച്ചൊരു വീടാ. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മഞ്ഞ കാർ കിടപ്പുണ്ട്. പിന്നെ കണിക്കൊന്ന
മഞ്ഞ കളറ് കണിക്കൊന്ന വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. കിടന്നിങ്ങനെ ആടുന്നാ പറഞ്ഞ. ആ മതി മതി, ഇത് ധാരാളം മതി. ബാക്കി ഞാൻ കണ്ടുപിടിച്ചോണ്ട്. ഓവർ. ഓറാക്കല്ലേ, എനിക്ക് മിഠായി മേടിച്ചറിഞ്ഞ കേട്ടാ. അതൊക്കെ ഞാൻ വാങ്ങിച്ചരാന്ന്. സെറ്റ്. ഓക്കെ. എല്ലാം വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തല്ലോ ഇല്ലേ? ഓടല്ലേ നീ കുരിപ്പേ, സത്യം പറയണി പറയണി. എവളാണ് എന്നെ വിളിച്ച് ഒറ്റിക്കൊണ്ടിരുന്നത്? എവള് ആ മീനൂട്ടി എടുത്ത് ഞാൻ എവിടെ പോണേ, എപ്പോ പോണേ, എങ്ങനെ പോണെന്ന് മൊത്തം വിളിച്ച് പറഞ്ഞു കൊടുത്തത് ഈ കുട്ടിയെ കുരിപ്പാ. എനിക്ക് മിഠായി മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒന്ന് കൂട്ടിയില്ല.